ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഞാനും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത്. അതിന് കുറേ കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വീഡിയോ ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ, അങ്ങനെയും പറയാം. ഞാൻ രാവിലെ സ്കൂളിൽ പോകാൻ ഒരുങ്ങുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ പിന്നെ സാരിയിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ എന്നും സാരിയാണ് കേട്ടോ ഉടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സാരി എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിൻ്റെ ആനുവൽ ഡേക്ക് വേണ്ടിയിട്ട് എല്ലാ ടീച്ചേഴ്സ്മാരും ഈ ഒരു സാരിയാണ് ഉടുത്തത്. അപ്പോൾ അതിനൊരു ഗ്രീൻ കളറിലെ ബ്ലൗസായിരുന്നു കേട്ടോ. ഈ ഒരു പിങ്ക് ബ്ലൗസ് ഞാനിതിന് റെഡിമെയ്ഡായിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ബ്ലൗസാണ് ഞാൻ ഈ സാരിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. പിന്നെ ഞാൻ എന്താ ചെയ്തേ, മുടിയെല്ലാം ഒന്ന് മെടഞ്ഞിട്ടു. സാധാരണ ഞാൻ മുടി ഹെയർ സ്റ്റൈൽ ചെയ്യാൻ ഭയങ്കര മടിച്ചാണ് കേട്ടോ. പക്ഷേ ഈ ഒരു കോമൺ സ്റ്റൈലാണ് എൻ്റെ ഹെയർ സ്റ്റൈല്. പിന്നെ എനിക്ക് അഴിച്ചിട്ട് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണെങ്കിലും മുടി അഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ജട കുത്തി മുടി പിന്നെ എനിക്കൊട്ടും ഈരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും കേട്ടോ. അടുത്തത് മോയ്സ്ചറൈസറാണ്. പോൺസാണ് കേട്ടോ ഞാൻ മോയ്സ്ചറൈസറായിട്ട് എടുക്കുന്നത്. ആക്ച്വലി എനിക്ക് എൻ്റെ ഫേസിന് ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എനിക്ക് ഫേസ് ഭയങ്കര ഇച്ചിങ് ആണ് കേട്ടോ. അതിനെല്ലാ തരത്തിലുള്ള സോപ്പുകളോ അങ്ങനെയുള്ള ഇതൊന്നും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് റീസെൻ്റ്ലിയായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ ആ ഒരു സോപ്പെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ഫേസ് നല്ലോണം ഇച്ചിങ് ആയിട്ട് ഞാൻ പിന്നെ പൊരിഞ്ഞ് മാന്താൻ തുടങ്ങി. മാന്തി നഖത്തിൻ്റെ അടയാളങ്ങളൊക്കെ ഫേസിൽ വരാൻ തുടങ്ങി. പിന്നെ ഞാൻ ഡോക്ടറെ കണ്ടു. സ്കിന്നിന് പറ്റുന്ന ആ ഒരു ഫംഗസ് ഇൻഫെക്ഷനായിരുന്നു എൻ്റെ ഫേസിൻ്റെ ഇച്ചിങ്ങിൻ്റെ കാരണം. പിന്നെ ഞാനൊരു സോപ്പെല്ലാം മേടിച്ച് യൂസ് ചെയ്ത്. അപ്പോൾ പിന്നെ എല്ലാ മോയ്സ്ചറൈസർ അങ്ങനെ എല്ലാ സംഭവങ്ങളൊന്നും എനിക്ക് പറ്റില്ല. ചില സംഭവങ്ങൾ മാത്രമേ എനിക്കാവുള്ളൂ. പിന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും വാരി പൊത്താറില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഫേസിന്. അത് കഴിഞ്ഞിട്ട് സിന്ദൂരം തൊട്ടു, പിന്നെ ഐലൈനർ എടുത്തു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൂടെ. എന്നെ സഹായിച്ചുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം നോക്കിക്കൊണ്ട് അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ 2 ദിവസമായിട്ട് അമ്മ വീട്ടിലേക്ക് പോയേക്കാണ്. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അമ്മ ഉള്ളപ്പോൾ എല്ലാ കാര്യങ്ങളും നല്ല സ്മൂത്തായിട്ട് പോയിക്കൊണ്ടുണ്ടായിരുന്നു. ബാക്കി 2 കൂടി സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ എൻ്റെ നബൂട്ടൻ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇളമയും കൂടി വന്നിട്ടുണ്ട്. ഇളമ എന്തായാലും നാളെയോ മറ്റന്നാളോ പോകും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്നാണ് ഇപ്പോൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ വരുവോളം എൻ്റെ നബൂട്ടൻ്റെ കാര്യങ്ങളും കൂടി നോക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ പ്ലാനിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് ഞാൻ എൻ്റെ ബാഗിലേക്ക് വെക്കുകയാണ്. എൻ്റെ ലഞ്ച് ബോക്സ്, അതുപോലെ തന്നെ രാവിലെ പോകുമ്പോൾ എനിക്ക് ചിലപ്പോൾ സ്പീഡിൽ ആ ദോശമൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എടുത്ത് പിടിക്കും സ്കൂളിലേക്ക് ചെന്നതിന് ശേഷം കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു ബോട്ടിൽ വെള്ളമൊക്കെ എടുത്തിട്ട് ഞാൻ പിന്നെ റെഡി ആയിട്ട് ഈ സാധനം ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ റെഡിയായി വന്നപ്പോഴേക്കും ആദ്യം വന്നൊക്കെയാണ്. ആദ്യമാണെങ്കിൽ എഴുന്നേൽക്കുന്നത് ലേറ്റായിട്ടാണ് കേട്ടോ. അതിനെ കുറേ വിളിക്കണം. വിളിച്ചതിന് ശേഷം അവൾ എണീക്കുള്ളൂ. വിളിച്ച് എത്ര വിളിച്ചാലും തിരിഞ്ഞും നിറഞ്ഞിട്ടുള്ള കിടപ്പാണ്. അത് കഴിഞ്ഞിട്ട് റെഡിയായിട്ട് വന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആദ്യം റെഡിയായി. ആദ്യക്ക് കളർ ഡ്രസ്സായിരുന്നു. പിന്നെ ആദ്യക്ക് ഞാൻ മുടിയെല്ലാം കെട്ടിക്കൊടുത്തു, കണ്ണെഴുതി കൊടുത്തു, പൊട്ട് ഇട്ട് കൊടുത്തു. പക്ഷേ ഭക്ഷണം കൊടുത്തിട്ട് മധുരം കഴിച്ചില്ല. സോ വാട്ട് കൻ ഐ ഡു? എൻ്റെ കണ്ണൻ മോനാണ് കേട്ടോ ഈ ഇരുന്ന് കഴിക്കുന്നത്. നബൂട്ടൻ എണീറ്റിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. ഞാൻ പോയിട്ട് വരാം. ടാറ്റാ.